കുറച്ച് MCQ ആണ് ഇനി. If x minus 2 is a factor of 2x cube minus x square minus px minus 2, then the value of p is another option a7 b 5 c 3 d 2. എങ്ങനെ ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ഇതിനകത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അത് 0 ആവും. അതാണ് ഫാക്ടർ എന്നുള്ളതിന്റെ അർത്ഥം. ശരിയല്ലേ? അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? x minus 2 is equal to 0, x is equal to 3. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ആണെങ്കിൽ p of 2 is equal to നമുക്ക് എന്തെന്ന് കൊടുക്കാം? 2 into p of x എന്ന് പറയുമ്പോൾ എന്താ? p of x എന്ന് പറയുമ്പോൾ 2x cube minus x square minus px minus 2 ആണ്. 2 ഫാക്ടർ ആകുമ്പോഴത്തേക്കും p of 2 എന്താ? p of 2 into 2 cube minus 2 square minus p into 2 minus 2 equal to എന്ത് വരും? 0 വരും. ശരിയല്ലേ? കാരണം ഫാക്ടർ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരണം. അങ്ങനെയാണെങ്കിൽ 2 cube എന്ന് പറയുമ്പോൾ എത്ര? 2 into 2 into 8 into 2 16 minus 4 minus 2p minus 2 equal to 0. 16 minus 4 12 12 minus 2 10. അപ്പോൾ 10 minus 2p is equal to 0. ഇതിങ്ങോട്ട് വരുമ്പോൾ 10 is equal to 2p. അവിടുന്ന് p is equal to എത്രയാണ്? അവിടുന്ന് 10/2 is equal to എന്താണ്? കട്ട് ചെയ്യുമ്പോൾ 5. p is equal to സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. sorry. P5 അപ്പോൾ ഓപ്ഷൻ ഏതാ? മനസ്സിലായോ? നിരഞ്ജൻ മനസ്സിലായോ? യെസ് സർ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ്. If the goods are purchased by a dealer in Jaipur, bracketile Rajasthan, from a manufacturer in Kolkata, the type of tax will be A. IGST, B. SGST, C. CGST, D. both C, GST and IGST. ഏതാ? ഇന്റഗ്രേറ്റഡ് ഇതായിരിക്കും. കാരണം എന്താ? രാജസ്ഥാൻ എന്ന് പറഞ്ഞ വേറൊരു സ്റ്റേറ്റാണ്, കൽക്കട്ട എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലെ ഒരു സ്റ്റേറ്റാണ്.
സോറി വെസ്റ്റ് ബംഗാൾ ഒരു സ്ഥലമാണ്, വെസ്റ്റ് ബംഗാൾ എന്ന സ്റ്റേറ്റിലെ ഒരു സ്ഥലമാണ് അല്ലേ. അപ്പം ജയ്പൂർ രാജസ്ഥാനിലെ ഒരു സ്ഥലം, വെസ്റ്റ് ബംഗാളിലെ സ്ഥലമാണ് കൽക്കട്ട. അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ, സെൻട്രൽ ഗവൺമെന്റ് കൂടെ പോകണം, ഇന്റഗ്രേറ്റഡ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. Nisha has a 4-year recurring deposit account in a bank and deposits rupees 8,000 per month. If she gets rupees 9800 as interest, then the rate of interest is option ഒന്നാമത്തേത് 10%, രണ്ടാമത്തെ ഓപ്ഷൻ 10.5%, 12%, 12.5%.
അപ്പം ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. എന്താ പറയുക നോക്കിയോ, ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ആർ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര മാസം
ചെയ്ത് തരാം. $12.5 ആൻസർ കിടക്കുന്നത്. 12.5 ആൻസർ കിടക്കുന്നത്. ഓ പി ഇൻറ്റു എൻ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ അപ്പോൾ കറക്റ്റ്. അപ്പം നോക്കിയോ, അപ്പം കട്ട് ചെയ്യാൻ എളുപ്പമല്ലേ. ഇനിയിപ്പം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇൻറ്റു നോക്കിയാൽ ഇനി കട്ട് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ കട്ട് ചെയ്യാം? ഇത് രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് രണ്ട് വെച്ച് കട്ട് ചെയ്യാം. ഇനി 9, 8, 0, 0 ഈക്വൽ ടു എന്താ? 80 ഇൻറ്റു എത്രയാണ്? 2 ഇൻറ്റു 49 ഇൻറ്റു 6 ഇല്ലേ? ശരിയല്ലേ? ഈ 0 കട്ട് ചെയ്ത് പോകാം. ഈ 49 ഇൻറ്റു 2 ഏതാ? 1 0 കട്ട് ചെയ്യാം. 1 0 കട്ട് ചെയ്യാം. 1 0 കട്ട് ചെയ്യാം. ഇവിടെ 1 0 കട്ട് ചെയ്യാം അല്ലേ? 49 ഇൻറ്റു 20 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? അല്ല 980 അല്ലേ? 980 12 പോയിന്റ് അല്ലേ? ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 20 വരും. 20 വന്നു കഴിഞ്ഞാൽ ബാക്കി 20 10 അല്ലേ? 8 കിടക്കുന്നുണ്ടാവും. അപ്പോൾ 20 ഈക്വൽ ടു 8 ഇൻറ്റു 2 ഇൻറ്റു 6 20 ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6 ഈക്വൽ എത്ര കിട്ടും? 12.5 ആണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ട് 1.25 ആണ്. ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. വെക്കല്ലേ? 9800 തന്നെയായിരുന്നു നമ്മുടെ ഇത്. 9800 ഈക്വൽ ടു 800 8000 ഇൻറ്റു 48 ഇൻറ്റു 49 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 2040. 2500 എങ്ങനെ വന്നെന്ന് അറിയാലോ. 2 ഇൻറ്റു 100 ഇൻറ്റു എത്ര? 12 അല്ലേ? ഈ 2 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 48 ഇൻറ്റു 24 ഇൻറ്റു 2 48. അത് ഓക്കെ, അത് കറക്റ്റ് കിട്ടി. ഇനി നമുക്ക് 49 ഇത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 200 വരും.
നോക്കാമേ. 5.25 ആൻസർ കിടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. എടുത്തു വെക്കണ്ട, അവിടെ ഇരിക്കട്ടെ. അടുത്തത്, if the quadratic equation two x square minus 6x plus p equal to 0 has real and unequal roots, then the value of p is options illa options ഉണ്ട്. options തന്നിരിക്കുന്നത് p greater than 9/2, p less than 9/2, p less than or equal to 9/2, p greater than or equal to 9/2. അൺഈക്വൽ റൂട്ട് ആണെങ്കിൽ, റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട് ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്തായിരിക്കും? ഈക്വൽ ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0, അൺഈക്വൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പം നമുക്കിവിടെ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. ഡിസ്ക്രിമിനന്റ് എന്ന് പറയുമ്പോൾ b² - 4ac ഗ്രേറ്റർ ദാൻ 0 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവാ? a തന്നിരിക്കുന്നത് ഇവിടെ 2 ആണ്, b തന്നിരിക്കുന്നത് -6 ആണ്, c തന്നിരിക്കുന്നത് p ആണ്. b² ചെയ്യുമ്പോൾ -6² - 4 × 2 × p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ വരുവാണെങ്കിൽ 36 - 4 × 2 8 അല്ലേ? 8p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 36 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര വരും? 8p എന്ന് വരും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 36 / 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p. 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 18 4, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 9 2. അപ്പം 9/2 ഗ്രേറ്റർ ദാൻ p ആണ്. തിരിച്ചെഴുതുന്ന അങ്ങനെ എഴുതും, p ലെസ് ദാൻ 9/2. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? p ലെസ് ദാൻ 9/2 ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ 2. ഓക്കെ ആണോ? സെറ്റ് ആണോ? നിരഞ്ജൻ, സന, ദേവനാരായൺ, Yes, sir. question. The table shows the values of x and y, where x is proportional to y. What are the values of m and n?
6 y ഇതിനകത്തുണ്ട് 6 m 12 18 n 6 ഇതാണ് ബോക്സ് വന്നിരിക്കുന്നത്. നാല് ഓപ്ഷൻ ഉണ്ട്. m is equal to 4, n is equal to 9. അടുത്തത് m is equal to 9, n is equal to 3, m is equal to 9, n is equal to 4, m is equal to 12, n is equal to 0. x proportional to y ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എഴുതുക. പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6/m is equal to 12/18 എന്ന് എഴുതാം. അവിടുന്ന് m കണ്ടുപിടിക്കാം. എങ്ങനെ? ഇതിങ്ങോട്ടും കൊണ്ടുവന്നാൽ 6 into 18 is equal to എത്രയാണ്? 6 into 18 divided by 12 is equal to എത്രയാണ്? m. ഇത് രണ്ടും കട്ട് ചെയ്ത് 2, ഇത് രണ്ടും കട്ട് ചെയ്ത് 9. അപ്പോൾ m 9 ആണ് കിട്ടി. n കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക? 12/18 is equal to n/6 ചെയ്യുക. എന്നിട്ട് n കണ്ടുപിടിക്കാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 12 into 6 divided by 18 is equal to n. ഇത് രണ്ടും കട്ട് ചെയ്യാൻ 3, ഇത് രണ്ടും കട്ട് ചെയ്യാൻ 4. അപ്പോൾ n എത്ര? 4. അപ്പോൾ m 9, n 4 എന്ന ഓപ്ഷൻ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. In the given figure, PQ is parallel to TR, then by using the condition of similarity, all option ആണ്. A is equal to PQ by RT equal to OP by OT equal to OQ by OR. B വരുന്നത് PQ by RT equal to OP by OR equal to OQ by OT. അടുത്തത് സി ഓപ്ഷൻ വന്നിരിക്കുന്നത് PQ by RT equal to OR by OP equal to OQ by OT. അടുത്തത് ഡി വന്നിരിക്കുന്നത് PQ divided by RT equal to OP divided by OR equal to OT divided by OQ. പടം തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ആരോ ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് ആരോയുടെ അർത്ഥം ഇത് രണ്ടും പാരലാണ്. മാർക്ക്
ചെയ്തിരിക്കുന്നത് ഇവിടെ TORQP. ഇതിലേത് ഓപ്ഷനാണ് ശരി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് ട്രയാങ്കിൾ സിമിലർ ആക്കുന്ന സമയത്ത് ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വേണം റേഷ്യോ ആയിട്ട് എടുക്കാൻ. ശരിയല്ലേ? ഇപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഏത് ആംഗിൾ ആണോ ഈക്വല് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഈ ആംഗിളുമായിട്ട് മറ്റേ ട്രയാങ്കിളിൽ ഏത് ആംഗിൾ ആണോ ഈക്വല് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഡിവൈഡ് ബൈ ആംഗിൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഈ ഓപ്ഷൻസ് ഒന്നും നോക്കില്ല, കൺഫ്യൂഷൻ ആവും. ഇവിടെ ഇത് രണ്ടെണ്ണം പാരലൽ ആണെങ്കിൽ, അതായത് ഇതും ഈ ലൈനും പാരലൽ ആണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഈ ആംഗിളിന്റെ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിൾ നേടാം. വലിയ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിൾ നേടാം. ഓക്കെ, അങ്ങനെ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും നോക്കിയോ. ഇപ്പം ഈ ആംഗിളും ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ, അത് വേണം എന്താ ഡിവൈഡ് ആക്കിയത്. അതായത് OQ ഡിവൈഡഡ് ബൈ എന്താ OT ഈക്വൽ ടു. അടുത്ത ഏതാ? ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ, അതായത് ഈ ലൈനും പാരലൽ ആണെങ്കിൽ ഇതും ട്രാൻസ്വേഴ്സൽ അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ അല്ലേ? ആദ്യത്തേണ്ടത് ഈ ട്രയാങ്കിൾ സൈഡ് ഡിവൈഡ് ബൈ ഈ ട്രയാങ്കിൾ സൈഡ് എന്നായിരിക്കും. രണ്ടാമത്തെ എങ്ങനെ എഴുതണം? അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇത്, അതാണ് മുകളിൽ എഴുതുന്നത്. PO ഡിവൈഡ് ബൈ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? OR ഈക്വൽ ടു, പിന്നെ ഈ ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിൾ ഓപ്പോസിറ്റ് PQ ഡിവൈഡ് ബൈ ഈ ആംഗിൾ ഓപ്പോസിറ്റ് എന്താ? RT. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതായിരിക്കും കറക്റ്റ്. PQ ഡിവൈഡ് ബൈ RT ഇവിടെ വരുന്നുണ്ട്, PQ ഡിവൈഡ് ബൈ RT ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇത് ബാക്കി നോക്കിയാൽ മതി. OQ ഡിവൈഡ് ബൈ OT, രണ്ടാമത്തെ OQ ഡിവൈഡ് ബൈ OT അത് നമുക്ക് വേണേൽ എടുക്കാം. OP ഡിവൈഡ് ബൈ OR അതും എടുത്തു. PQ ഡിവൈഡ് ബൈ RT കണ്ടോ. അപ്പം നമ്മുടെ ഇതിനകത്ത് 3 കണ്ടീഷൻ വരുന്ന ഏതാ? ബാക്കിയുള്ളതെല്ലാം ഉണ്ടോ ഇതിനകത്ത്? ഇപ്പം രണ്ട് കണ്ടീഷൻ സെയിം ആയി, പക്ഷെ ഇത് അല്ല. ഇത് ഇവിടെ രണ്ട് സെയിം, പക്ഷെ ഇതല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതാ 3 നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ശരിയാകുന്ന ഇതായിരിക്കും റൈറ്റ് ആൻസർ. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഈ ഒരു കൺസെപ്റ്റ് വെച്ച്? അടുത്ത ക്വസ്റ്റ്യൻ. sec raised to 4a into 1 minus sin raised to 4a minus 2 tan square a is equal to. നാല് ഓപ്ഷൻ ആണ്. 2 tan square a ഉണ്ട്, sec square a ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്.
നടക്കുമോ? നടക്കത്തില്ല. അപ്പൊ നോക്കിയോ, ഇവിടെ സീക്ക് റേസ് ടു 4 നമുക്ക് ഇതല്ലേ വന്നിരിക്കുന്നത്, സീക്ക് റേസ് ടു 4a ഇൻറ്റു എന്താ 1 മൈനസ് സൈൻ റേസ് ടു 4a മൈനസ് എത്രയാ 2 ടാൻ സ്ക്വയർ a, ഇങ്ങനല്ലേ വന്നിരിക്കുന്നത്. സീക്ക് സ്ക്വയറിനെ ഞാൻ 1 ബൈ കോസ് റേസ് ടു 4 എന്ന് എഴുതാം, കുഴപ്പമുണ്ടോ? ഇൻറ്റു ഇതിനെ ഞാൻ 1 സ്ക്വയർ മൈനസ് 1നെ 1 സ്ക്വയർ എന്ന് എഴുതും, ഇതിനെ ഞാൻ സൈൻ സ്ക്വയർ ഏത് ഹോൾ സ്ക്വയർ എന്ന് എഴുതും, കുഴപ്പമുണ്ടോ? സൈൻ സ്ക്വയർ ഏത് ഹോൾ സ്ക്വയർ എന്ന് എഴുതും, ബാക്കി എന്താ മൈനസ് 2 ഇൻറ്റു ടാൻ സ്ക്വയറിനെ ഞാൻ സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എന്ന് എഴുതും. ഇത്രയും കുഴപ്പമുണ്ടോ? സൈൻ റേസ് ടു 4 നെയാണ് സൈൻ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആക്കിയത്. ഇവിടെ വീണ്ടും 1 ബൈ ആരോൺ ഇവിടെ ശ്രദ്ധിക്കണം, ഇൻറ്റു ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ, ഫോമിലല്ലേ കിടക്കുന്നത്, എ സ്ക്വയർ എ കിടക്കുന്നിടത്ത് 1, ബി കിടക്കുന്നിടത്ത് ആ സൈൻ സ്ക്വയർ ആണ്. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി എ മൈനസ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് എന്താണ് ബി, ശരിയല്ലേ? മൈനസ് എന്താ 2 സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എന്താ കോസ് സ്ക്വയർ എ, ആണോ? 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 അങ്ങനെയാണെങ്കിൽ 1 ബൈ കോസ് റേസ് ടു 4a ഇൻറ്റു 1 പ്ലസ് സൈൻ സ്ക്വയർ എ, 1 മൈനസ് സൈൻ സ്ക്വയർ എനെ ഞാൻ കോസ് സ്ക്വയർ എന്ന് എടുക്കാം, മൈനസ് എന്താ 2 സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ എന്താ കോസ് സ്ക്വയർ എ, ഇതെല്ലാം ഇൻറ്റു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കോസ് റേസ് ടു 4ന്റെ രണ്ട് കോസിനെയും ഇവിടുത്തെ രണ്ട് കോസിനെയും വെട്ടിക്കളയാം, അതായത് ഇതും വെട്ടിപ്പോയിട്ട് ഇവിടെ സ്ക്വയർ ആവും. ബാക്കി എന്ത് വരും ഇവിടെ 1 പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ താഴെ ആരാ കോസ് സ്ക്വയർ എ മൈനസ് എന്താ 2 സൈൻ സ്ക്വയർ എ ബൈ എന്താ കോസ് സ്ക്വയർ എ, ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മുകളിലത്തെ 1 പ്ലസ് സൈൻ സ്ക്വയർ എ മൈനസ് എന്താ 2 സൈൻ സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ എന്താ കോസ് സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ സ്ക്വയർ എ, ഒരു മാങ്ങ മൈനസ് 2 മാങ്ങ മൈനസ് 1 മാങ്ങ അല്ലേ, 1 മൈനസ് 2 എത്രയാണ് മൈനസ് 1, അപ്പോൾ എന്താ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഒരു മാങ്ങ 1 സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ കോസ് സ്ക്വയർ. 1 മൈനസ് സൈൻ സ്ക്വയർ മുകളിൽ എന്താവും കോസ് സ്ക്വയർ, താഴെ എന്താവും കോസ് സ്ക്വയർ. രണ്ടും കട്ട് ചെയ്യുമ്പോൾ എത്രയാവും 1 ഓപ്ഷനകത്തുണ്ടോ, ഓപ്ഷൻ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, in the given figure
O is the center of the circle. PQ and PR are tangents, and angle QPR is equal to 70 degrees. Calculate angle QSR. S R O A അങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, ഇത് 70 ആണെങ്കിൽ ഇതും 90 ആണെങ്കിൽ ഇത് എത്ര വരും? ശരിയല്ലേ? അതായത് PQOR എന്ന് പറയുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ്. നമുക്കറിയാം ഇത് ടാൻജന്റ് ആണെങ്കിൽ ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇത് ടാൻജന്റ് ആണെങ്കിൽ ഇത് റേഡിയസ് ആണെങ്കിൽ ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിലെ 3 ആംഗിൾ നമുക്കറിയാമെങ്കിൽ 70 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് ആംഗിൾ O is equal to എത്ര വരും? 360 വരും. അപ്പോൾ 18 വരും 25, 250 പ്ലസ് ആംഗിൾ O is equal to 360. അപ്പോൾ ആംഗിൾ O is equal to 360 മൈനസ് 250. അപ്പം 110. അല്ല, 110. ഏതാ 110? ഇത് 110. ഇത് 110 ആകുമ്പോൾ ഇതിന്റെ പുറത്ത് എത്ര വരും? 250 വരും. ശരിയല്ലേ? ആണോ? ശരിയാണ്. ഇനി നോക്കി, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക്, ഈ ആർക്ക് വലിയ ആർക്ക്, മേജർ ആർക്ക് അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആംഗിളാണ്? ഇപ്പൊ വരച്ച ഇതല്ലേ, ഈ ആർക്കല്ല, ഈ ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇത്, ഈ ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യാനെങ്കിൽ ഇതിന്റെ റിഫ്ലക്സ് ആംഗിൾ ഇതാണ്. അങ്ങനെയാണ് നമ്മൾ എന്തോ പഠിച്ചിട്ടുള്ളത്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ വിൽ ബി ട്വൈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ സെയിം ആർക്ക് ഓൺ എനി റിമൈനിങ് പോയിന്റ് ഓൺ ദി സർക്കിൾ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ സെയിം ആർക്ക് ഓൺ എനി റിമൈനിങ് പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കില്ലേ മനസ്സിലായോ? അല്ല, നമ്മൾ ഒരിക്കലും വേണ്ട ഇങ്ങനെ മാത്രം ആംഗിൾ സബ്റ്റൻഡ് നോക്കല്ലേ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദിസ് ആരോൺ ഇവിടെ നോക്ക്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക് അറ്റ് ദ സെന്റർ വിൽ ബി ട്വൈസ് ദ ആംഗിൾ, ഇങ്ങനെ മാത്രം നോക്കല്ലേ. എങ്ങനെ കൂടെ നോക്കണം? ഇങ്ങനെ ഇത് വരുവാണെങ്കിൽ ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ, ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത്. പക്ഷെ ഇത് നോക്കുന്ന സമയത്ത് വെളിയിലൊക്കെ ഇതും ഒരാർക്കാണ്, ഈ ആർക്ക് സെന്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളായി, ഈ ആർക്ക് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളായി.
ഓക്കെ, ഇവിടെ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ. The common difference of the AP in which T21 minus T7 is equal to 84. എന്ന് പറഞ്ഞാൽ എന്താ? 21ാമത്തെ ടൈമിന്റെയും 7ാമത്തെ ടൈമിന്റെയും സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര? 84 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ? ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ പറയുക? ഡി കണ്ടുപിടിക്കാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷൻ അല്ലേ? നിങ്ങൾ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഞാനാ പഠിപ്പിച്ചത്. ഇവിടെ നോക്കി, ടേം ഡിഫറൻസ് എത്രയാണ്? ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? ടേമിന്റെ ഡിഫറൻസ് ആയി തന്നിരിക്കുന്നത് എത്രയാണ്? 84. പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 21 മൈനസ് എത്ര? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 14 ഇൻറ്റു 6 നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 14 ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്കും അല്ല 14 ഇൻറ്റു 10 14 ഇൻറ്റു 6 കറക്റ്റ്. 14 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെടുത്ത് 14 24 2 6 8 14 ഇൻറ്റു 6 ആയിരിക്കും. അത് ഈ പഠിപ്പിച്ച ഇക്വേഷൻ വെച്ചിട്ട് ആണ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം? T21 A plus 90D minus A plus 6D equal to 84 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുക. ഏതാണ്ട് ഇവിടെ മൈനസ് ആവും. എന്നിട്ട് ഇത് രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ബാക്കി 19 എത്ര വരും? 19 മൈനസ് 6 എന്ന് പറയുന്നത് എത്ര? ഇവിടെ 20D. അപ്പം 14D അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. The total surface area of a solid cylinder is 616 centimeter square if the ratio between curved surface area and total surface area is 1:2. Find the volume of the cylinder. തന്നെ ചെയ്യണം.
ശരിയോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് സിലിണ്ടർ മീൻസ് എത്രയാണ്? അപ്പം അതിനർത്ഥം എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 2πr(h) പ്ലസ് എന്താണ് 2πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. അതിനെയാണ് നമ്മൾ 2πr കോമൺ എടുത്തിട്ട് എന്തെന്ന് എഴുതുന്നത്? r+h എന്ന് h+r എന്ന് എഴുതുന്നത് അല്ലേ? ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് ആണോ? ആണ്. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാം? അല്ല, ടോട്ടൽ സർഫസ് തന്നിട്ടുണ്ട്. If the ratio of curved surface area and total surface area 1:2. Curved surface area. Total surface area divided by curved surface area. തിരിച്ച റേഷ്യോ ബിറ്റ്വീൻ കർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നത് അതിനനുസരിച്ചാണ്. കർവ്ഡ് സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ മുകളിൽ, ടോട്ടൽ സർഫസ് ഏരിയ താഴെ. ഓക്കെ. ടോട്ടൽ സർഫസ് ഏരിയ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ സർഫസ് ഏരിയ എന്ത് തന്നിട്ടുണ്ട്? 616. കർവ്ഡ് സർഫസ് ഏരിയ അപ്പൊ എന്തായാലും കർവ്ഡ് സർഫസ് ഏരിയ എന്താ? 2πr(h) അല്ലേ? 2πr(h) ഡിവൈഡ് ബൈ എത്ര എന്ന് എഴുതാം? 616 എന്ന് എഴുതാം. അല്ലെങ്കിൽ വേണ്ട, കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഈസിക്കൽ എത്രയാണ്? 1/2 ഇൻറ്റു എത്ര ചെയ്താൽ മതി? കർവ്ഡ് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ 616 ഈസിക്കൽ എത്രയാണ്? 1/2 എന്നല്ലേ വരിക? ആണോ? അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ഈസിക്വൽ ടു 1/2 ഇൻറ്റു എത്രയാണ്? 616. പിന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എത്ര വരും? രണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 308 വരും. കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? 308. ശരിയല്ലേ? എല്ലാത്തിൻ്റെ റേഷ്യോ 1/2 ആണെന്ന് മനസ്സിലാക്കാം. അതിന്റെ പകുതി ആയിരിക്കും. ഓക്കെ. ഇനി എന്താ നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ട വോളിയം ആണ് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് വോളിയം കണ്ടുപിടിക്കണേ എന്ത് വേണം? റേഡിയസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? വോളിയം ഓഫ് എന്താ കണ്ടുപിടിക്കുന്നത്? വോളിയം ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? πr²h. ശരിയല്ലേ? ഇതാണ് വോളിയം. ഓക്കെ. അതിനുവേണ്ടി നമുക്ക് എന്താ ഉള്ളത്? കർവ്ഡ് സർഫസ് ഏരിയക്കകത്ത് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് എത്ര? 2 ഇൻറ്റു πr² ആണല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ എത്ര തന്നിട്ടുണ്ട്? 616. കർവ്ഡ് സർഫസ് ഏരിയ ഇപ്പൊ എത്ര കിട്ടി? കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എന്താ? കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് എത്ര? 2 ഇൻറ്റു എന്താ? ഏരിയ ഓഫ് സർക്കിൾ അല്ലേ? ആണോ? കർവ്ഡ് സർഫസ് ഏരിയ ഇവിടെ എത്ര കിട്ടി? 308 കിട്ടി. പ്ലസ് എത്രയാ? 2πr² ആണല്ലോ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര വരും? 616 മൈനസ് 308 എത്രയാണ്? 2πr² ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 616 മൈനസ് 308 എത്ര വരും? 308 എത്രയാണ്? 2πr². അവിടെ നിന്ന് 308 ഡിവൈഡ് ബൈ 2 എത്രയാണ്? πr². ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 154 വരും. 154 എത്രയാണ്? πr². ആണോ? ആണല്ലോ. ഇനിയും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് വോളിയം. വോളിയം ഈക്വൽ എത്രയാണ്? πr² h വേണം അല്ലേ? h കൂടെ വേണം. πr² കിട്ടി. ഇനി h കൂടെ കണ്ടുപിടിക്കണം. h കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഇക്വേഷൻ കണക്ട് ചെയ്യാൻ പറ്റും.
മാനുവലി ചെയ്തൊക്കെ ഇച്ചിരി മാനുവലി ചെയ്തൊക്കെ കിട്ടും, പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കാം. എച്ച് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. നമുക്കറിയാം കേർവ്ഡ് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 1/2 എന്നല്ലേ പറയാം. കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πr h, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ 2πr ഇൻറ്റു എന്താ r പ്ലസ് h ആണല്ലോ. ഇവിടെ വന്ന് ആറും ആറും പോയി, പൈയും പൈയും പോയി, 2ഉം 2ഉം പോയി. ഈസ് ഈക്വൽ ടു എത്രയാ? 1/2. അങ്ങനെയാണ് മുകളിൽ എത്രയാ? h ഡിവൈഡഡ് ബൈ r പ്ലസ് h ഈസ് ഈക്വൽ ടു എത്രയാ? 1/2 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 2h ഈസ് ഈക്വൽ ടു എത്രയാ? 2h ഈസ് ഈക്വൽ ടു എത്രയാ? 2h ഈസ് ഈക്വൽ ടു എത്രയാ? r പ്ലസ് h എന്ന് വരും. ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. അങ്ങനെയാണ് എത്ര വരും? h ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2h മൈനസ് h ഈസ് ഈക്വൽ ടു എത്രയാ? 2h ന്ന് h പോയാൽ എത്രയാ? h ഈസ് ഈക്വൽ ടു എത്രയാ? ഇവിടുത്തെ ഹൈറ്റും റേഡിയസ് എന്താ? സെയിം ആണ്. ആണോ? ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ അപ്പോഴും മോളിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പൈ ആർ ക്യൂബ് എന്ന് വരും. അപ്പോഴും ഒരു വിവരണമല്ല ഇവിടെ. അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം. അതായത് ഇത് തുടക്കം മുതലേ തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഇത് നോക്കണം, എല്ലാവരും എന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ചെയ്ത് ഇത് 2 മാർക്കിന്റെ ചോദ്യം, ഇത്രയും ചെയ്യേണ്ട ആവശ്യം മനസ്സിലായി. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വോളിയം കണ്ടുപിടിക്കണ എന്ത് വേണം? പൈ ആർ സ്ക്വയർ എച്ച് വേണം. ആറും എച്ചും ഇല്ലാതെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 6 വെച്ച് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 6 വെച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കേർവ്ഡ് സർഫസ് ഏരിയ ഡിവൈഡ് ബൈ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1/2. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2πr h ഡിവൈഡ് ബൈ എന്താ? പൈ ആർ സ്ക്വയർ അല്ല, പൈ ആർ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ എന്താന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. ഇത് 3ഉം കട്ട് ചെയ്ത് കളഞ്ഞു. h ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. അവിടുന്ന് 2h ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്നാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? 2h മൈനസ് h ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. h ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. അതവിടെ കിട്ടി, അതവിടെ കിടക്കട്ടെ. ഇനിയും നമുക്ക് അറിയാവുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πr h എന്നല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു എന്തെന്നാക്കാം? r എന്നാക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2πr സ്ക്വയർ എന്ന് വരുമല്ലോ. അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താ? പൈ ആർ സ്ക്വയർ എന്ന് വരുമല്ലോ. ആണോ? ശരിയല്ലേ? അതൊരു എച്ചിന്റെ കുറവ് വരുമല്ലോ.
ഇവിടെ പൈ ആർ സ്ക്വയർ ആൻഡ് എത്ര 416 അല്ലേ? എവിടാ? 14. ഇവിടെ നോക്കിയോ, നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച് വെച്ചു? നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. h ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ വരെ കണ്ടുപിടിച്ച് വെച്ചു, ശരിയല്ലേ? പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. എന്താ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എഴുതുന്നത് എന്താ? 2πr ഇൻറ്റു എത്രയാ? r പ്ലസ് h എന്ന് എഴുതുന്നു. അവിടെ നിന്ന് എന്താ നമ്മൾ 616 ഈക്വൽ എത്രയാ? 2 ഇൻറ്റു 22/7 ഇൻറ്റു എത്രയാണ്? r ഇൻറ്റു r പ്ലസ് എച്ചിന് വരെ 6 എന്ന് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 616 ഇൻറ്റു 7 ഇവനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഈക്വൽ ടു 2 ഇൻറ്റു 22 ഇൻറ്റു r ഇൻറ്റു 2r എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. എത്ര വെച്ച് കട്ട് ചെയ്യാം? ഇത് 308 ആക്കുമ്പോൾ ഇത് എത്രയാ? 11 ആക്കും അല്ലേ? ശരിയല്ലേ? വീണ്ടും അല്ലെങ്കിൽ 44 വെച്ച് കട്ട് ചെയ്യാം, അങ്ങനെ വേണമല്ലോ, അങ്ങനെ വേണേലും. വീണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ആക്കാം, അതായത് ഇങ്ങനെ വേണേ ആക്കാം. 616 ഇൻറ്റു 7 ഈക്വൽ ടു 44 ഇൻറ്റു 2r². ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 308 ആക്കാം, ഇത് 22 ആക്കാം. വീണ്ടും കട്ട് ചെയ്യുമ്പോൾ ഇത് 154 ആക്കാം, ഇത് 11 ആക്കാം. ഇത് നമുക്ക് 14 കിട്ടും. 14 ഇൻറ്റു 7 ഈക്വൽ ടു എത്രയാണ്? 2r² എന്ന് വരും. 98 ഈക്വൽ ടു 2r². അവിടുന്ന് 98/2 ഈക്വൽ ടു r². അവിടുന്ന് r² ഈക്വൽ ടു 49. അവിടുന്ന് r ഈക്വൽ ടു 149. ഓക്കെ, ഇനിയും കിട്ടിയല്ലോ. എന്താ എന്താ നമുക്ക് ഓൾറെഡി അറിയാം 308 കേർവ്ഡ് സർഫസ് ഏരിയ എത്രയാണെന്നാണ് നമുക്കറിയാവുന്നത്. 2πr h ആണെന്ന് അറിയാം, ശരിയല്ലേ? 308 ഡിവൈഡ് ബൈ എത്രയാണ്? 308 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 2πr ഇൻറ്റു r r².
അങ്ങനെയാണെങ്കിൽ 2 വേണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 154 ഈസിക്കൽ എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഈസിക്കൽ എത്രയാണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ 154 ഇൻറ്റു എത്ര? ഹൈറ്റ് എത്രയാണ്? 7 ചെയ്യുമ്പോൾ 7 4 2 7 37 3 7 3 1070 ക്യൂബ്. എഴുതിയോ? കഴിഞ്ഞോ? എഴുതിക്കോ. In what ratio is the line joining 2 minus 3 and 5 6 divided by the x-axis?
കിട്ടിയോ? എങ്ങനെയായത്? In what ratio line joining 2, -3 and 5, 6 divided by x axis. ഓക്കെ, ശരിയല്ലേ? ഇങ്ങനെ വരുന്നു. അപ്പം എന്താണ് 2, 5 ഇത് എത്രയാണ്? 5, 6 ഡിവൈഡ് ബൈ എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ഡിവൈഡ് ബൈ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കോർഡിനേറ്റ് എന്തായാലും ഇത് ഇങ്ങനെയല്ല പടം വരുന്നത്. പടം വരുന്നത് നേരെ തിരിച്ചാ. ശരിക്കും ഇങ്ങനെ ഒരു ലൈനിനെ എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇത് 2ഉം -3ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇത് 5ഉം 6ഉം കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസിന്റെ കോർഡിനേറ്റ് എന്താവും? എക്സും 0 ആവും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ x ഈക്വൽ ടു എന്താ? m1 x2 പ്ലസ് m2 x1 ഡിവൈഡ് ബൈ എന്താ? m1 പ്ലസ് m2. അതേപോലെ y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? m1 y2 പ്ലസ് m2 y1 ഡിവൈഡ് ബൈ എന്താ? m1 പ്ലസ് m2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x നമുക്ക് അറിയത്തില്ല. x എന്താ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 0 ഇട്ട് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ എടുക്കണം. ഓക്കെ, എന്നിട്ട് 0 എടുക്കുന്നു. 0 ഈസ് ഈക്വൽ ടു m1 y2 എത്രയാ? ഇതാണ് x1 y1, ഇതെന്താ? x2 y2. നിങ്ങൾ എന്താണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എടുക്കാം. അപ്പം m1 ഇൻറ്റു y2 എന്ന് പറയുമ്പോൾ 6 പ്ലസ് m2 ഇൻറ്റു y1 എന്ന് പറയുന്നത് -3 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതാം. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ അതങ്ങ് 0 ആയിപ്പോ. ബാക്കി എത്രയാ? 0 ഈസ് ഈക്വൽ ടു 6m1 പ്ലസ് -3m2 എന്ന് വരും. -3m2 ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് എത്ര വരും? 3m2 ഈസ് ഈക്വൽ ടു 6m1. m2 താഴെ വരും, 6 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ വരും? m1 ഡിവൈഡ് ബൈ m2 ഈക്വൽ ടു 3/6. 1:2 ആണ് റേഷ്യോ. 1/2. കിട്ടിയോ? ഇതിനെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എക്സ് ആക്സിസ് ഒരു ലൈനിനെ എക്സ് ആക്സിസ് വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് പറയുന്നത്. ഈ ലൈനിനെ എക്സ് ആക്സിസ് വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് പറയുന്നത്. ആ എക്സ് ആക്സിസിന്റെ ആ പോയിന്റിലെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. മനസ്സിലായോ? ഇവിടെ എഴുതിക്കോ. A man has choice to invest in 100 rupees share of 2 companies X and Y. Share of company X are available at premium 20% and it pays 5% dividend, whereas shares of company Y are available at a discount of 10% and it pays 7% dividend. If the man
invest equally in both the company and the sum of the return from them is 1290. Then find how much in all does he invest. ഒരു MCQ ആണോ? ഇതൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് പെട്ടെന്നാണ് ഇതറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഉപയോഗിക്കും.
കിട്ടിയില്ല. എന്തുവാ ഇത്? ഇതിന് വേറൊരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ എന്റെ കാര്യം എടുക്കണം. നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചെയ്യാറ്. ദേവനാരായണൻ കിട്ടിയോ? ദേവനാരായൺ, നിരഞ്ജൻ കിട്ടിയോ? നിരഞ്ജൻ കിട്ടിയോ? ഇല്ല സാർ. എടാ നിങ്ങൾ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാതിരുന്ന എങ്ങനെയാടേ? ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് ചെയ്ത് കാണിക്കടേ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, അതെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കും. ഇത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എനിക്ക് solid is in shape of a hemisphere of radius 7 centimeter surmounted by a cone of height 4 centimeter. The solid is immersed completely in a cylindrical container filled with water to a certain height. If the radius of the cylinder is 14 centimeter, find the rise in level of water. എന്ത് ചെയ്താൽ ഈ ഷേപ്പിലുള്ള, അതായത് ഒരു സിലിണ്ടറിന്റെ മണ്ടയ്ക്ക് കോൺ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വീഴത്തില്ലേ, അതൊരു സാധനം. അതെന്ത് ചെയ്യാം? അത് വെള്ളത്തിന് ഒരു കണ്ടെയ്നറിനകത്ത് വെള്ളത്തിനകത്തോട്ട് വീണപ്പോൾ എത്ര വെള്ളം റൈസ് ചെയ്യും? അപ്പം ഇതിന്റെ വോളിയം തന്നെ ആയിരിക്കും എന്ത് റൈസ് ചെയ്ത വെള്ളത്തിന്റെ വോളിയം. അപ്പൊ ഈ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു സോളിഡിന്റെ വോളിയം കണ്ടുപിടിച്ചാണ്. അപ്പൊ എന്താ, വോളിയം ഓഫ് കോണും വോളിയം ഓഫ് ഹെമിസ്ഫിയറും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ റിക്വയർഡ് അത് അതിനകത്ത് മുക്കുന്ന സമയത്ത് അത്രയും തന്നെ വോളിയം പുറത്തു പോകും. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ അപ്പൊ ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് വാട്ടർ റൈസ് ഇൻ ദ സിലിണ്ടർ വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ദ എന്താണ് സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇൻക്രീസ്ഡ് ലെവലാണ് കണ്ടുപിടിക്കുന്നത്, എത്ര കൂടിയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആ സിലിണ്ടറിനകത്തുള്ള വെള്ളത്തിന്റെ ലെവൽ കണ്ടുപിടിക്കണം, അതായത് സിലിണ്ടറിനകത്തുള്ള വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഐഡിയപരമായിട്ടൊന്ന് എഴുതിക്ക്, മറ്റേ ഞാൻ ചെയ്തു തരാം.
അങ്ങനെ ചെയ്താൽ മതി. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താ അവർ പറയുന്നത്? ഒരു സിലിണ്ടറിനകത്ത് വെള്ളമുണ്ട്, ഇത്രയുണ്ട്. അതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം, അതായത് കോൺ മിക്സ്ഡ് വിത്ത് എന്താണ് ഹെമിസ്ഫിയർ ഇട്ട സമയത്ത് എന്ത് ചെയ്തു? അതിന്റെ വെള്ളത്തിന്റെ വാട്ടറിന്റെ ലെവൽ കൂടി. അങ്ങനെയാണെങ്കിൽ ഇത്, അതായത് അവർ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് 14 സെന്റിമീറ്റർ ഫൈൻഡ് ദ റൈസ് ഇൻ. അപ്പൊ അത് ഇത് കണ്ടുപിടിക്കണം, ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പം പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? വോളിയം ഓഫ് റൈസ് ഇൻ വാട്ടർ വിൽ ബി ഈസ് ഈക്വൽ ടു എന്താ? വോളിയം ഓഫ് എന്താ? വോളിയം ഓഫ് എത്രയാണ്? കോൺ പ്ലസ് എത്രയാണ്? കോൺ പ്ലസ് എത്രയാണ്? സ്പിയർ, ഹെമിസ്ഫിയർ. ശരിയല്ലേ? ഹെമിസ്ഫിയർ. വോളിയം ഓഫ് വാട്ടർ റൈസ് എന്ന് പറയുമ്പോൾ എത്ര? ശരിക്കും സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ റൈസ് ചെയ്യുന്നത്? അപ്പൊ എത്ര? സിലിണ്ടറിന്റെ വോളിയം എത്രയാ? പൈ ആർ സ്ക്വയർ എച്ച്. നമുക്ക് പൈ r1 സ്ക്വയർ h1 എന്ന് എടുക്കാം. എന്നാലേ മറ്റേത് ആ ഡിഫറൻസ്. വോളിയം ഓഫ് ഇതെന്ന് പറയുമ്പോൾ കോൺ പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര? കോൺ എത്രയാ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് എത്രയാ? ഹെമിസ്ഫിയറിന്റെ എത്രയാ വോളിയം? 2/3 പൈ ആർ സ്ക്വയർ. ആണോ? ആണ്. ഇവിടെ നമുക്ക് h1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടുന്ന് പൈ r1 സ്ക്വയർ h1 ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 1/3 പൈ ആർ എച്ച് അല്ല ആർ സ്ക്വയർ എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? എത്ര വരും? ഇവിടെ പിന്നെ 1/3 വേറെ ഒന്നും ഇല്ല അല്ലെ? എച്ച് കോമൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, എച്ച് ഒരിടത്തല്ലേ ഉള്ളൂ. 1/3 പൈ ആർ സ്ക്വയർ കോമൺ എടുക്കാം അല്ലേ? ബാക്കി ഇവിടെ എത്ര വരും? ഇവിടെ ഒരു എച്ച് വരും അല്ലേ? പ്ലസ് ഇവിടെ എന്ത് വരും? ഒരു 2 വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ പൈയും വെട്ടിക്കളയാം അല്ലേ? ഇനി ഇവിടത്തെ ആർ സ്ക്വയർ r1 സ്ക്വയർ ആർ എത്ര? ഇവിടത്തെ റേഡിയസ് എത്രയാ? 14. അപ്പോൾ എത്ര എടുക്കാം? ഇവിടുത്തെ 14 സ്ക്വയർ ഇൻറ്റു h1 ഈക്വൽ ടു 1/3 ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എത്രയാ? ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 7 അല്ലേ? അപ്പോൾ 7 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഏതിന്റെ? കോണിന്റെ ഉദ്ദേശിച്ചത്. കോണിന്റെ എത്രയാ? 4 പ്ലസ് എത്രയാ? 2 ആണോ? ഓക്കെ. അപ്പം നമുക്ക് എത്ര വരും? ഇവിടെ 14 ഇൻറ്റു h1 ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 4 പ്ലസ് 2 6. ഇത് രണ്ടും കട്ട് ചെയ്ത് 2. ഇത് രണ്ടും കട്ട് ചെയ്ത് 2. അപ്പോൾ ഇവിടെ 4h1 എന്ന് വരുന്നു ഈസ് ഈക്വൽ ടു എത്രയാ? 1/3 ഇൻറ്റു എത്രയാ? ഇൻറ്റു 6. ഇവിടെ നമുക്ക് 6, ഇത് 2. അങ്ങനെയാണെങ്കിൽ 4h1 ഈസ് ഈക്വൽ ടു എത്രയാ? 2. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്താ അറിയോ? ഇത് പൈ ആർ ക്യൂബ് അല്ലേ അല്ലേ? ഇവിടെ ഒരു ആറും കൂടെ വരും. അപ്പൊ ഇൻറ്റു എത്ര? ആർ എത്ര? ഇവിടെ 7 അല്ലേ? അപ്പം അതും കൂടെ അവിടെ വരും കേട്ടോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇവിടെ ആർ ക്യൂബ് അല്ലേ? ഇവിടെ ഒരു 6 വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന സമയത്ത് 4 പ്ലസ് 2 ഇൻറ്റു എത്ര വരും? 7 വരും. അപ്പൊ 14 പ്ലസ് 4 18 വരും. 18. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 6 വരും. ആണോ? അപ്പം h1 ഈക്വൽ എത്രയാണ്? 6/4. 6/4 ചെയ്യുമ്പോൾ 3/2 വരും. അതായത് 1.75.